ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിഗ്മ ഗ്രൂപ്പിന് വേണ്ടി ഒരു ഡിസൈൻ വരയ്ക്കാൻ വിദ്യയെ കൃഷി ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷേ വിദ്യ വരച്ച ഡിസൈന് കൃഷിന് ഇഷ്ടമാവത്തില്ല. കൃഷി അത് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് വിദ്യയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ആ ഡിസൈന് ദേവ്ജി എടുത്ത് നോക്കുമ്പോഴത്തേക്കും വിദ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ വരച്ച ഡിസൈന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദേവ്ജിന്ന്. ദേവ്ജി പറയും കുഴപ്പമുണ്ട്, ഇത് ശരിയായിട്ടില്ല എന്ന്. ആ സമയം തന്നെയാണ് കൺമണി അങ്ങോട്ട് വരുന്നത്. കൺമണി താമസിച്ച് വന്നതിന് ക്ഷമയൊക്കെ പറയുന്നുണ്ട്. ദേവ്ജി അന്നേരം ആ ഡിസൈൻ കൺമണിയുടെ കൈ കൊടുത്തിട്ട് പറയും, കൺമണി ഇവിടുത്തെ മികച്ച ഡിസൈനേഴ്സിൽ ഒരാളാണല്ലോ, ഈ ഡിസൈൻ നോക്കിയിട്ട് ഇതിൻ്റെ പോരായ്മകളൊക്കെ ഒന്ന് പറ, എങ്ങനെയുണ്ടെന്ന് സത്യസന്ധമായിട്ട് പറയണം. കൺമണി ചോദിക്കും, ഇത് ആര് വരച്ചതാ ദേവ്ജി. ദേവ്ജി പറയും, അതാരും ആയിക്കോട്ടെ, കൺമണി സത്യസന്ധമായിട്ട് പറ. അത് നോക്കിയിട്ട് കൺമണി പറയുന്നുണ്ട്, ഈ ഡിസൈൻ അത്ര പോരാ, ഒരു ലോക്കൽ ഡിസൈൻ പോലെ എന്തോ വെറുതെ കുത്തി വരച്ച പോലെ ഉണ്ട്. അത് കേട്ട് വിദ്യ ദേഷ്യത്തോടെ ആ ഡിസൈൻ കൺമണിയുടെ എന്ന് വാങ്ങിച്ചിട്ട് ദേവ്ജിയോട് പറയും, ഞാൻ തന്നെ ഇത് കറക്റ്റ് ചെയ്തോളാം. എന്നിട്ട് കൺമണിയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിനക്ക് ഞാനിപ്പോൾ ലോക്കലായി എൽഇഡി എന്നും പറഞ്ഞ് അവിടുന്ന് പോകും. കൺമണിക്ക് ആകെ വല്ലാതാവും. ദേവ്ജിയോട് ചോദിക്കും, അയ്യോ ആ ഡിസൈൻ വിദ്യ മേഡം വരച്ചതായിരുന്നോ. ദേവ്ജി പറയും, അതൊന്നും കൺമണി വിചാരിക്കേണ്ട കാര്യമില്ല, ആ ഡിസൈൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, കൃഷിനും ഇഷ്ടപ്പെട്ടില്ല. ഇനി വിദ്യ എത്രയൊക്കെ അത് നന്നാക്കി എന്ന് പറഞ്ഞാലും ശരിയാവാൻ പോകുന്നില്ല. ഈ ഡിസൈൻ കൺമണി വേണം വരയ്ക്കാൻ. കൺമണി പറയും, അയ്യോ ദേവ്ജി, ഇത് വിദ്യാ മേഡത്തിനെ ഏൽപ്പിച്ച ഡിസൈൻ അല്ലേ, അത് ഞാൻ വരയ്ക്കുന്നത് ശരിയല്ല എന്ന് പറയും. ദേവ്ജി ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് കൃഷിനോട് ദേവ്ജി വന്ന് പറയുന്നതാണ്, മിടുക്കൻ, ഇപ്പോഴാണ് നീ ശരിക്കും കൃഷ് സാഗർ ആയത്. കൃഷി പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് നേടണം ദേവ്ജി. ഈ പ്രോജക്റ്റ് ഡൽഹി പ്രോജക്റ്റിനേക്കാളും വലിയ പ്രോജക്റ്റാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബിആർ ഗ്രൂപ്പ്സിന് നല്ലൊരു അടിയായിരിക്കും. ഇനി ആ ഡിസൈൻ വിദ്യ വരച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല ദേവ്ജി. ദേവ്ജി പറയും, അതെ, ഇനി അത് ഒരാൾക്ക് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ആർക്കാന്ന് കൃഷി ചോദിക്കുമ്പോൾ ദേവ്ജി പറയും, കൺമണിക്ക്. കൃഷി പറയും, എന്നാൽ കൺമണിയോട് പറ അതൊന്ന് വരയ്ക്കാൻ. ദേവ്ജി പറയും, ഞാൻ സൂചിപ്പിച്ചു, പക്ഷെ കൺമണി പറയുന്നത് അത് വിദ്യ ഏൽപ്പിച്ചതല്ലേ, കൺമണിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല എന്ന്. കൃഷി പറയും, അതിനിവിടെ വിദ്യയ്ക്ക് വേറെ പ്രോജക്റ്റ്, കൺമണിക്ക് വേറെ പ്രോജക്റ്റ്, അങ്ങനെയൊന്നുമില്ല, എല്ലാം അലികയുടെ പ്രോജക്റ്റ് തന്നെയാണ്, കൺമണിയോട് തന്നെ ഇത് വരയ്ക്കാൻ പറയാമെന്നും പറഞ്ഞ് കൃഷി കൺമണിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവള് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി പറയും, കൺമണി, ദേവ്ജി ഒരു ഡിസൈൻ്റെ കാര്യം സൂചിപ്പിച്ചില്ലായിരുന്നോ, സിഗ്മ ഗ്രൂപ്പിന് വേണ്ടിയുള്ളത്. അതെ. കൃഷി പറയും, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആ ഡിസൈൻ പൂർത്തിയാക്കി എൻ്റെ ടേബിളിലുണ്ടായിരിക്കണം. കൺമണി പറയും, അല്ല സാർ, അത് വിദ്യാ മേഡം ചെയ്യുന്നുണ്ട്, അത് വിദ്യാ മേഡത്തിൻ്റെ പ്രോജക്റ്റാ. കൃഷി പറയും, അത് വിദ്യാ മേഡത്തിൻ്റെ പ്രോജക്റ്റ് അല്ല, അലികയുടെ പ്രോജക്റ്റാ, എൻ്റെ പ്രോജക്റ്റ് ആര് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായോ. കൺമണി എന്തോ പറയാൻ തുടങ്ങുമ്പോൾ കൃഷി പറയും, വിദ്യയ്ക്കും കൺമണിക്കും വേണ്ടി അല്ല അലിക, അലികയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ. ഈ ഡിസൈൻ കൺമണി തയ്യാറാക്കും, പറഞ്ഞ സമയത്തിനുള്ളിൽ അതെൻ്റെ ടേബിളിലെത്തണം, ഇറ്റ്സ് മൈ ഓർഡർ. അതും പറഞ്ഞ് കൃഷി പോകുമ്പം കൺമണി ആകെ കൺഫ്യൂഷനിലാവും. ഈ സമയം വിദ്യ വേറൊരാളോട് ആ ഡിസൈൻ കാണിച്ചിട്ട് ദേഷ്യപ്പെടുന്ന കാണിക്കുന്നത്. ഈ ഡിസൈൻ എന്താ കുഴപ്പം, കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ ഇതിൻ്റെ തന്നെ പുറകിലായിരുന്നു, എന്നിട്ട് ആ MD എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പരിഹസിച്ചു, അവഹേളനത്തിൻ്റെ എക്സ്ട്രീം ആയിരുന്നു. ദേവ്ജിയും കുറ്റപ്പെടുത്തി, എൻ്റെ ഡിസൈൻ വലിച്ചെറിഞ്ഞു, അതൊക്കെ നീയും കണ്ടതല്ലേ. അതെല്ലാം പോട്ടെ എന്ന് വെക്കാം. എന്നെ കൂടുതൽ വേദനിപ്പിച്ച് എന്താണെന്നറിയോ, ആ കൺമണി അവൾ എൻ്റെ ഡിസൈനെ പറ്റി പറഞ്ഞത് എന്താണെന്നറിയുമോ, ലോക്കൽ എന്ന്. ഇതെല്ലാം കേട്ട അമ്മായിമാര് നിപ്പുണ്ട്. ആ ചെറുക്കൻ പറയുന്നുണ്ട്, ചിലപ്പം ഡിസൈനെ കൺമണി ഉദ്ദേശിച്ച രീതി വന്നു കാണില്ല, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. അവൾ എന്തിനാ എന്ന് വെച്ച് അതൊക്കെ പറയുന്നത്, അവൾ ഇന്നലെ വന്ന് കയറിയവളാ, അവളെ ഇവിടെ സപ്പോർട്ട് ചെയ്തതാ ഞാന്. മാനസ അവളെ ഇവിടെ ഇട്ട് കരയിക്കുമ്പം ഞാൻ അവൾക്ക് വേണ്ടി നിന്നു, അത് നിനക്കും അറിയുന്ന കാര്യമല്ലേ. എന്നിട്ട് ഒരു സുപ്രഭാതം വന്നപ്പോൾ അവൾ മാനസയുടെ പെറ്റ്. മാനസ പറയുന്നതാണ് അവൾക്ക് വലുത്. മാനസയെ സന്തോഷിപ്പിക്കുന്നു, മാനസ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നു, കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇപ്പം എൻ്റെ ഡിസൈൻ ലോക്കലുമായി. അവൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല കൺമണി അങ്ങനെ പറഞ്ഞത്. വിദ്യ പറയും, അവൾ ഇനി ഉദ്ദേശിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ത് വേണമെന്ന്. ക്വാളിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മളുടെ സമയം മെനക്കെടുത്തിയ നമ്മളെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ പറയും, മാഡം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാഡത്തിൻ്റെ വിഷമം, ഞാൻ സൗകര്യം പോലെ കൺമണിയോട് ചോദിക്കാം. അവൾ പറയും, വേണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം, ഷിൻ്റെ പൊക്കോ. ഈ സമയം അമ്മായിമാർ അങ്ങോട്ട് വന്നിട്ട് പറയും, വിദ്യ മാഡം ഞങ്ങളെല്ലാം കേട്ടു. വിദ്യ ചോദിക്കും, എന്ത് കേട്ടു എന്ന്, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലല്ലേ ജോലി, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. അവർ പറയും, വിദ്യ മേഡം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാത്രം അറിഞ്ഞേ ദാനം പാടുള്ളൂ എന്ന്. കൺമണിയെ പോലെയുള്ളവരെ സഹായിക്കാൻ പോയാലേ സഹായിക്കാൻ പോകുന്നവർ നാറും. ഞങ്ങൾ അവളുടെ അമ്മായിമാരാ, വിദ്യ മേഡത്തേക്കാൾ കൂടുതൽ അവളെ അടുത്തറിയുന്നത് ഞങ്ങൾക്കാണേ. 10 ഗുണം 10 ഗുണം എന്നാണല്ലോ. അവളുടെ അച്ഛൻ, അതായത് ഞങ്ങളുടെ ഏട്ടൻ, ഞങ്ങൾക്കും കൂടി വരേണ്ട സ്വത്ത് ബുദ്ധിപരമായി അയാളുടെ പേരിലാക്കി, എന്നിട്ട് അതങ്ങ് വിറ്റു. അതോടെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത്. ഞങ്ങൾ വീട് വിട്ട അലിക, അലിക വിട്ട വീട്. ആ അവസ്ഥയിലാ. ആ അച്ഛൻ്റെ മോളല്ലേ മുള്ളിൻ്റെ ചോട്ടിൽ മുള്ളേ കിളുക്കൂ.
കൂടെ നിൽക്കുന്നവരെ കാല് വരാൻ നോക്കൂ അവള്. മാനസ മേഡം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. അതുപോലെ ക്രിഷ് സാറിനെ സുജാത മേഡത്തിനെയൊക്കെ അവള് സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് കൺമണി കുറ്റവും പറയും. ഉറപ്പായും മേഡത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവും. അടുത്ത അമ്മായി പറയും പറഞ്ഞിട്ടുണ്ടാവും എന്നല്ല, ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ മേഡം പറഞ്ഞ പോലെ ക്രിഷ് സാറ് മേഡത്തെ വഴക്ക് പറഞ്ഞത്. മേഡം ഇതൊന്നും വിട്ടുകൊടുക്കരുത്, നല്ല തിരിച്ചടി കൊടുക്കണം. അവളുടെ മുകളിലെ സ്വാധീനം കാരണം ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മേഡം അവളുടെ മുകളിലല്ലേ, മേഡം വിട്ടുകൊടുക്കരുത്. അത്രയും പറഞ്ഞ അമ്മായിമാർ അവിടെ നിന്ന് പോകും. ഏറ്റവും തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിദ്യയ്ക്ക് ആകെ ദേഷ്യം വരും. അവൾ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കും. കൺമണി, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബലരാമന്റെ വീടാണ്. സുമിത്ര ചോദിക്കുന്നുണ്ട് എന്തു പറ്റി മനോജ്, കൺമണി എന്നാ BR ഡിസൈൻസിൽ ജോയിൻ ചെയ്യാൻ വൈകുന്നത്, ഞങ്ങളോട് ആ കുട്ടിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? മനോജ് പറയും അയ്യോ അങ്ങനെയൊന്നുമില്ല മാഡം, അലിഗയിൽ നേരത്തെ തന്നെ ഏറ്റുപോയ ചില കമ്മിറ്റ്മെന്റ്സ്. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും വൈകും തോറും എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അവർ പറയും മനോജ് വിഷമിക്കണ്ട, കൺമണി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമെന്നുള്ള കാര്യം മനോജ് ഏറ്റാ മതി. അന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ കൺമണിക്ക് സമ്മാനമായി കൊടുത്തില്ലേ, അതിന്റെ നന്ദിയും കടപ്പാടും ഉടനെ കാണിക്കുമെന്ന് തോന്നി. സാരയില്ല പോട്ടെ, കുട്ടികളല്ലേ, കാര്യങ്ങള് അവർക്ക് വൈകിയേ മനസ്സിലാവുള്ളൂ. അല്ല കുഴപ്പമില്ല, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ ബലരാമൻ എന്നെ പോലെയല്ല, വാക്ക് പാലിക്കാത്തവരോട് അവൻ ക്ഷമിക്കില്ല. അതുപോലെ തന്നെ നന്ദികേട് കാണിക്കുന്നവരോടും. അന്നേരം ക്ലീറ്റസ് പറയുന്നുണ്ട് മനോജിന്റെ പെങ്ങളായതുകൊണ്ടാ, ഇല്ലെങ്കിൽ ബലരാമൻ സാറ് എന്തേലും ഇപ്പം തന്നെ ചെയ്തേനെ. ഏതെങ്കിലും ഗുണ്ടകളെ വിട്ടാൽ മതിയല്ലോ, ഒന്ന് ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുക, അതോടെ തീർന്നു. സുമിത്ര പറയും ക്ലീറ്റസ് മിണ്ടാതിരിക്ക്, ബലരാമൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗുണ്ടകളുടെ ആവശ്യമൊന്നുമില്ല, ചെയ്യേണ്ടത് അവൻ തന്നെ ചെയ്തോളും. എല്ലാം കേട്ട് മനോജിന് പേടിയാവുന്നുണ്ട്. ഈ സമയം ബലരാമൻ വരും. മനോജ് എപ്പോൾ എത്തിയെന്ന് ചോദിക്കുമ്പം ഇപ്പം എത്തിയതേ ഉള്ളൂ സാർ എന്ന് പറയും. ബലരാമൻ പറയും അമ്മേ നല്ല വിശപ്പുണ്ട്, ഭക്ഷണം എടുത്തോ. അവർ പറയും ടേബിളിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ വന്ന് കഴിച്ചോ. ബലരാമൻ പറയും മനോജെ വാ കഴിക്കാം. അവൻ പറയും വേണ്ട സാർ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. ക്ലീറ്റസ് പറയും സാർ ഒരാളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിരിക്കണം. ബലരാമൻ വാ മനോജ് എന്ന് പറഞ്ഞിട്ട് പോകും. മടിച്ച് മനോജും അടച്ചെന്നിരിക്കും. മനോജ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ബലരാമൻ പറയും കൺമണി ഒരു പ്രശ്നമാകുവാണ് അല്ലേ മനോജ്. മനോജിന്റെ മുഖം മാറിയത് കണ്ട് ബലരാമൻ പറയും മനോജ് ടെൻഷൻ ആവണ്ട, മനോജിന്റെ പ്രഷർ എനിക്കറിയാം, കൂൾ. മനോജ് എനിക്കൊരു വാക്ക് തന്നു, അത് പാലിക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണെന്ന് എനിക്കറിയാം. മനോജ് പറയും സർ കൺമണി പാവാണ്, അവളെ ഒന്നും ചെയ്യരുത്. ബലരാമൻ പറയും ഏയ് നെവർ, മനോജ് എന്താ ഈ പറയുന്നേ. ക്ലീറ്റസ് പറയും ഞാൻ പറഞ്ഞു സാറ് വിചാരിച്ച ഒരു ഗുണ്ടെ ആസിഡ് കൊടുത്ത് പറഞ്ഞു വിടാന്ന്. അത് കേട്ട് ബലരാമൻ ഗെറ്റ് ഔട്ട് എന്ന് പറയും. ക്ലീറ്റസ് പറയും അതല്ല സാർ എന്ന് പറയുമ്പോഴത്തേക്കും ബലരാമൻ ഒച്ച വെക്കും, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അയാൾ ശരിക്കും പേടിച്ചു പോകും. അയാൾ അവിടുന്ന് പോകുമ്പോഴത്തേക്കും ബലരാമൻ പറയും കൺമണിയെ പോലെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ നമ്മുടെ കമ്പനി വേണമെന്നുള്ള ആവശ്യം കൊണ്ടാ ഞാൻ മനോജിനെ പ്രഷർ ചെയ്യുന്നത്. സുമിത്രയും പറയും അതെ മനോജ്, ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടാ രാമൻ എന്നോട് ആവശ്യപ്പെട്ടത്, കൺമണിക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. കൺമണിയോട് അത്രയും താല്പര്യമുണ്ട് രാമന്. മനോജ് എഴുന്നേറ്റിട്ട് പറയും എനിക്കറിയാം മാഡം, നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ബലരാമൻ പറയും എന്താണെങ്കിലും അല്പം വൈകിട്ടാണെങ്കിലും ശരി കൺമണി ഇവിടെ വന്നിരിക്കണം. പക്ഷെ അതിനു മുന്നേ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇനി നമ്മുടെ കമ്പനിക്കല്ലാതെ കൺമണി ഡിസൈൻ ചെയ്യാൻ പാടില്ല. മനോജ് മിണ്ടാൻ നിൽക്കുമ്പോൾ ബലരാമൻ വീണ്ടും പറയും അലിഖയ്ക്ക് വേണ്ടിയാവട്ടെ, മറ്റേതെങ്കിലും കമ്പനിക്ക് വേണ്ടിയാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയാവട്ടെ കൺമണി ഇനി പുറത്തൊരു ഡിസൈൻ ചെയ്യാൻ പാടില്ല. മനോജ് പറയും ഞാൻ ഉറപ്പ് തരുന്നു സാർ, കൺമണിയെ കൃത്യസമയത്ത് എനിക്കിവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇനി വീഴ്ച സംഭവിക്കില്ല സാർ, ഈ വാക്ക് ഞാൻ പാലിക്കും. BR ഡിസൈൻസിന് വേണ്ടിയല്ലാതെ കൺമണി ഇനി വരയ്ക്കില്ല. ഈ സമയം കൺമണി ഇരുന്ന് ഡിസൈൻ ചെയ്യുകയാണ്. വിദ്യ ചെന്നിട്ട് പറയും ക്ലെവർ, വെരി ക്ലെവർ. എന്താ മേഡം എന്ന് കൺമണി ചോദിക്കുമ്പോൾ വിദ്യ പറയും അല്ല ഞാൻ പറയുമായിരുന്നു നീ ഭയങ്കര സമർത്ഥയാണെന്ന്. മനസ്സിലാവാതെ കൺമണി നോക്കുമ്പം വിദ്യ പറയും മനസ്സിലായില്ല അല്ലേ, അവസരങ്ങൾ കിട്ടുമ്പം അതൊട്ടും പാഴാക്കാതെ നേടിയെടുക്കുന്ന ആളെ സമർത്ഥയെന്നല്ലേ വിളിക്കേണ്ടത്. മേഡം ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്. കൺമണി ചോദിക്കുമ്പം വിദ്യ പറയും മറ്റൊരാൾക്ക് സംഭവിച്ചൊരു പിഴവ് അയാൾക്ക് ശരിയാക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുന്നേ തട്ടിയെടുക്കാൻ കാണിച്ച മനസ്സ് ഞാനൊന്ന് അഭിനന്ദിച്ചതാ. ഇതിനൊരു നാടൻ ചൊല്ലുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക, കേട്ടിട്ടുണ്ടോ? കൺമണി പറയും മേഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വിദ്യ പറയും ഒരു തെറ്റിദ്ധാരണയല്ല, ഇപ്പോഴാ എൻ്റെ ധാരണകളെല്ലാം ശരിയായത്. ഈ അലിഗയിൽ നീ ആദ്യം വന്ന ദിവസം മുതൽ നിനക്കൊരു സഹായിയായി ഞാനുണ്ടായിരുന്നു. നിന്നെ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തിയിട്ടുമുണ്ട് ഞാൻ. നീ പയ്യെ മാറിയത് ഞാൻ അറിയാതെ പോയി. നീ വളർന്നു, എൻ്റെ കാലെ വലിച്ച് നിലത്തിടാൻ പാകത്തിന് നീ വളർന്നു. കൺമണി പറയും ഞാനായിട്ട് ഒരു ദ്രോഹം മേഡത്തിന് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. പിന്നെ എന്തിനാ മേഡം എന്നോട് ഇങ്ങനെയൊക്കെ? വിദ്യ പറയും ഇത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യവാ, എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. ഈ സമയം ഇതെല്ലാം കേട്ട് ദേവ്ജി അവിടെ നിപ്പുണ്ട്. വിദ്യ പറയും മാനസയുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടന്ന് നീ മാനസയുടെ തോളിൽ കൈയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങളോടെല്ലാം പുച്ഛം. ഞാൻ വരച്ച ഡിസൈൻ നിനക്ക് ലോക്കൽ അല്ലേ?
എന്തൊക്കെ കയ്യും കാലും കാട്ടിയ സാഗർ സാറിന്റെ കുടുംബത്തെ നീ കയറിയത്? അവിടുന്ന് വീണ്ടും അലിഗയിലെത്തിയപ്പോൾ മോക്ക് തോന്നിയോ ഈ വിദ്യ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തേക്കാന്ന്? നീ ആരാന്നാ നിന്റെ വിചാരം? ഒരു സൂപ്പർ ഡിസൈനർ ആണോ? പച്ച മലയാളത്തിൽ നീ ചെയ്ത പ്രവൃത്തിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ചതി. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.